മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ഷൊർണൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ പിഴയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയും മുനിസിപ്പൽ എഞ്ചിനീയറും തമ്മിൽ കൗൺസിൽ യോഗത്തിൽ വാക്കുതർക്കം. വാർഡ് 17-ലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സമായി നിൽക്കുന്ന റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കണമെന്ന അജണ്ടയാണ് ചർച്ചയ്ക്ക് എത്തിയത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ അംഗീകരിച്ചതും പൊതുമരാമത്ത് സ്ഥിരം സമിതി ചർച്ചയ്ക്ക് അംഗീകാരം നൽകിയ വിഷയമാണ് ഇതെന്നും പിന്നീട് എങ്ങനെയാണ് ഈ കൗൺസിലിൽ വിഷയം ഉൾപ്പെടുത്തിയത് എന്നുമാണ് പ്രതിപക്ഷങ്ങൾ ഉയർത്തിയ ചോദ്യം. നഗരസഭാ ഉപാധ്യക്ഷൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ, മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവരുൾപ്പെടെ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത്. എന്നാൽ സമാന സംഭവം കഴിഞ്ഞ ദിവസം 30-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിക്ക് ഉണ്ടാവുകയും നഗരസഭയ്ക്ക് ഈ വ്യക്തി കത്ത് നൽകിയ ഉടൻ തന്നെ സ്വയം സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നഗരസഭ ഈ വ്യക്തിക്കെതിരെ 15,000 രൂപ പിഴയടയ്ക്കാനും കത്ത് നൽകി. എന്നാൽ ഇതിന് സമാനമായ സംഭവമാണ് 17-ാം വാർഡിൽ ഉണ്ടായതെന്നും അവർക്ക് പിഴ ഒഴിവാക്കിയതുപോലെ 30-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പിഴയും ഒഴിവാക്കണമെന്നാണ് നഗരസഭാ അധ്യക്ഷ കൗൺസിലിൽ ആവശ്യമുയർത്തിയത്. വിഷയം 33-ാം വാർഡ് കൗൺസിലർ സന്ധ്യയാണ് ചർച്ചയാക്കിയത്. അതേസമയം നഗരസഭാ തീരുമാനപ്രകാരം സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയ കുളപ്പുള്ളിയിലെ സ്വകാര്യ വ്യക്തിക്കെതിരെ ഇനി പിഴ നൽകാൻ ആകില്ലെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. എന്നാൽ 30-ാം വാർഡിലെ വിഷയത്തിൽ പരാതി സർക്കാരിന്റെ കേസ്മാർട്ടിൽ കയറിയതാണെന്നും ഇനി പിഴ ഒഴിവാക്കാൻ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ സ്ഥിരം സമിതി അംഗീകരിച്ച വിഷയം അജണ്ടയായി വന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് ഭരണസമിതി പറയുന്നത്. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ BJP അംഗങ്ങളില്ല. അതിനാൽ കോൺഗ്രസ് CPM ഒത്തുകളിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞതെന്നും CPMന്റെ പടലപ്പിണക്കങ്ങൾ പുറത്തുവരുന്നെന്നും BJP കൗൺസിലർ EP നന്ദകുമാർ വ്യക്തമാക്കി. ജനാധിപത്യപരമായ കൗൺസിൽ സംവിധാനത്തോടുള്ള അവഹേളനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞതെന്ന് കോൺഗ്രസ് കൗൺസിലർ VK ശ്രീകൃഷ്ണനും പറഞ്ഞു. വിഷയത്തിൽ പരിശോധിച്ച തീരുമാനമെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ P. നിർമ്മല പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.